ഈ ഇൻഷുറൻസ് കമ്പനികളെ കൊണ്ട് തോറ്റു. എത്ര പേരാ വിളിക്കുന്നത്? ദിവസവും 5ഉം 10ഉം കോളുകളാ വരുന്നത്. അതൊക്കെ എല്ലാവർക്കും വരുന്നതാ. ശല്യം എന്ന് പറയാൻ വരട്ടെ. വിളിച്ചത് ഹാർഡോ സോഫ്റ്റോ? എന്ത്? ആണാണോ പെണ്ണാണോ? ആ പെണ്ണാ. കളഞ്ഞു. എൻ്റെ തന്നാ പോരായിരുന്നോ? ഞാൻ ഇത്തരം കോളുകളൊന്നും ഒഴിവാക്കാറില്ല. എന്ന് വെച്ച് ഞാൻ എല്ലാവർക്കും അങ്ങനെ പോളിസി കൊടുക്കാറൊന്നുമില്ല. തരാമെന്ന് പറഞ്ഞ് ഏതെങ്കിലും റെസ്റ്റോറൻറ്റിലോ മറ്റോ വരുത്തിയിട്ട് കണ്ടാ കൊള്ളാമെങ്കിൽ ചൂണ്ടയിടും, കുറെ കാശങ്ങ് പൊട്ടിക്കും. അങ്ങനെ എത്ര ഇൻഷുറൻസ് കാമുകമാരെ എനിക്ക് കിട്ടിയിരിക്കുന്നു. ഓ, ഒരിക്കലൊരു കോട്ടയക്കാരിയെ കിട്ടി. എന്തായിരുന്നു അവള്? 19 വയസ്സ്, ഗോതമ്പിന്റെ നിറം, വീണ തൻകുടം പോലെ നിതംബം, വീണുരുമുന്ന വേണീ കദംബം. കുറെ അറുമതിച്ച് ഞങ്ങള്. പാസ്പോർട്ട് എടുപ്പിച്ച് സീഷെൽസിലും ബംഗാവിലും ഒക്കെ കൊണ്ടുപോയി. കെട്ടിപ്പോകുന്നത് വരെ എൻ്റെ കൂടെ തന്നെ ആയിരുന്നു അവള്. രൂപ, നല്ല പേര്. ഏതായാലും ആ നമ്പർ ഒന്ന് ഫീഡ് ചെയ്ത് വെച്ചോ. രൂപവതി രുചിരാംഗി രോമാഞ്ചം ചൂടി വരൂ, പ്രേമവതി മധുരാംഗി മാറിലെ ചൂടുതരൂ. രൂപവതി രുചിരാംഗി രോമാഞ്ചം. ഇപ്പൊ വരും. ആ, ഗുഡ് മോർണിംഗ്. അവൾ എന്നെ കാണാൻ ഇപ്പൊ വരും. ആര്? ഇന്നലത്തെ ആ ഇൻഷുറൻസ് പെണ്ണ്. വരട്ടെ. കാണാൻ കൊള്ളാവുന്നതാണെങ്കിൽ അത് മുട്ടി നോക്ക്. ശബ്ദം കേട്ടിട്ട് കൊള്ളാം. ശബ്ദം കേട്ട ആളെ ഇളക്കണ്ട. ഞാൻ ചെന്നൈയിലായിരുന്നപ്പോ ബാങ്കിൽ ജോലിയുള്ളൊരു പെണ്ണ്. ശബ്ദത്തിൽ ഞാനങ്ങ് വീണു. പിന്നൊരു 6 മാസം ഫോണിൽ കൂടെ വളപ്പ്. നേരി കണ്ടപ്പോ ഊരാൻ പെട്ട പാട്. കാണാൻ അത്ര കൊള്ളൂല്ലെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. വല്ലാണ്ടങ്ങ് നോക്ക്. പ്രശ്നം എന്താന്ന് വെച്ചാ വീട്ടിൽ കയറ്റുന്നത് ശരിയാവില്ലല്ലോ. അവളോട് ഇങ്ങോട്ട് വരാൻ പറയട്ടെ. അതെങ്ങനെയാടൂ? ഞാനിവിടെ ഇല്ലേ? അപ്പൊ നിങ്ങക്ക് സ്വാതന്ത്ര്യമായിട്ട് സംസാരിക്കാൻ തടസ്സമാവില്ലേ? എന്നാ പിന്നെ ഓനച്ചൻ ഇവിടുന്ന് മാറിക്കോ. എനിക്ക് പശുവിന് തീറ്റ കൊടുക്കണം. പശുവിന് തീറ്റ ഞാൻ കൊടുക്കാം. പെട്ടെന്ന് മാറിക്കോ. 12 മണിക്ക് അവളേക്ക് എത്തും. ഇങ്ങനെ ആലോചിച്ച് നിൽക്കാൻ സമയമില്ല. ഇങ്ങനെ ഇടിപിടി എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? പശുവിനെ കുളിപ്പിച്ച മാത്രം പോരാ, അതിന് തീറ്റയും കൊടുക്കണം. തനിക്കറിയാലോ, സുഭാഷ് പലേക്കറുടെ മാർഗനിർദ്ദേശങ്ങൾ അതേപടി ഫോളോ ചെയ്യുന്ന ആളാണ് ഞാൻ. പിന്നെ ഇപ്പൊ എന്ത് ചെയ്യും? വല്ല റെസ്റ്റോറന്റിലും വരാൻ പറഞ്ഞാൽ മതിയായിരുന്നു. ഇനി അതൊന്നും നടക്കില്ല, സമയം പോകുന്നു. ഒരു കാര്യം ചെയ്യും, ആ ക്ലബ് ഹൗസിന് അപ്പുറത്തുള്ള പ്ലേ ഏരിയ ഇല്ലേ, അവിടെ ഇപ്പൊ ആരും കാണത്തില്ല. അങ്ങോട്ട് വരാം. മൂടിവെക്കപ്പെട്ട കാമമോഹങ്ങൾ തിളച്ചുയരുന്ന അടുത്ത ഘട്ടം ഇവിടെ തുടങ്ങും.
എന്ത് പറ്റിയിടൂ? അവള് വന്നില്ലേ? വന്നു. എന്നിട്ട് കാശിന് കൊള്ളുകയായിരിക്കും അല്ലേ? ഞാൻ ഊഹിച്ചു. അതുകൊണ്ടല്ലേ നേരിട്ട് കാണാതെ ഇങ്ങോട്ട് കൊണ്ടുവരണ്ടെന്ന് ഞാൻ പറഞ്ഞത്. അങ്ങനെയൊന്നും അല്ല, സുന്ദരിയാ. ഓ ഒരിതുണ്ട്. പിന്നെന്ത് പറ്റി? സദാചാരം ലംഘിച്ചിട്ട് ഇംഗ്ലീഷ് പറയുന്നതോടെ പറ്റി. അനുഭവിച്ചോ? ഇതൊക്കെ മനുഷ്യന്റെ ജീവശാസ്ത്രപരമായ കാര്യങ്ങളല്ലേ? നമ്മളെപ്പോലുള്ള ആളുകൾ അതിന് തടസ്സം നിൽക്കാൻ പാടുണ്ടോ? അനുഭവിച്ചോ? എന്റെ ജീവിതത്തിലും ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അന്ന് അറിയാത്തത് കൊണ്ട് പറ്റിപ്പോയതല്ലേ. ഇനിയിപ്പോ എന്ത് ചെയ്യും? അവളെ ഒന്ന് വിളിക്ക്. എന്നിട്ട് നാളെ വേറെ എവിടെങ്കിലും വെച്ച് കാണാമെന്ന് പറ. അത് പറയാം. ഞാൻ ഇപ്പൊ ഓടിപ്പോകുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ എന്ത് പറയും? മൂത്രം ഒഴിക്കാൻ മുട്ടിയപ്പോ ഓടിയെന്ന് പറയണം. ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. ഞാൻ ലേറ്റ് ആയില്ലല്ലോ അല്ലേ? ഇല്ല. ഇത്രയും തിരക്കിന്റെ ഇടയിലും സാർ എനിക്ക് വേണ്ടി ഇത്തിരി സമയം തന്നതിൽ വളരെ സന്തോഷമുണ്ട് സർ. പോളിസി എടുക്കണമെന്ന് പറഞ്ഞ് പലരും എന്നെ വിളിക്കാറുണ്ട്. പക്ഷെ രൂപ വിളിച്ചപ്പോഴാണ് ഒരു പോളിസി എടുത്താലോ എന്ന് ഞാൻ ആദ്യമായിട്ട് ആലോചിക്കുന്നത്. ഓ, എന്റെ ഭാഗ്യം. ഒരുപക്ഷെ നമ്മുടെ രണ്ടുപേരുടെയും. സർ, ഓർഡർ പ്ലീസ്. കഴിക്കാൻ എന്താ വേണ്ടത്? എനിക്കൊന്നും വേണ്ട സർ, ഇപ്പൊ കഴിച്ചിട്ടിറങ്ങിയതേ ഉള്ളൂ. എന്നാലും ഒരു ജ്യൂസ് ആവാലോ. 2 ഓറഞ്ച് ജ്യൂസ്. താങ്ക് യു സർ. സർ, we have 7 types of insurance schemes. ഞാനത് ഓരോന്നായി എക്സ്പ്ലെയിൻ ചെയ്യാം. See this? Whole life assurance, endowment assurance, term assurance, children assurance, family assurance, retirement assurance and money back policy. സാറിന് ഇതിൽ ഏതാ വേണ്ടേ?